വതവാസൗ ബിൽ ഹഖ്, സമൂഹത്തോട് ഇങ്ങനെ നന്മയിൽ കാരുണ്യത്തോടുകൂടെ നിങ്ങൾ സമീപിക്കും. ചെറുപ്പക്കാരൻ ഒന്നായിട്ട് ചീത്ത കൊണ്ട് കാര്യമില്ല, അവരത് കേൾക്കാൻ നിൽക്കൂല. നമ്മളെ ചീത്ത പറഞ്ഞാൽ നമ്മൾ കേട്ടിരിക്കുവോ? നമ്മൾ എഴുന്നേറ്റ് ഓടൂലേ? മിനിമം പ്രതികരിക്കാൻ പറ്റില്ലെങ്കിൽ തവാസോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്ന രീതി വസിയ്യത്തിന്റെ രീതിയാണെന്ന്. അതെന്ന് സമൂഹത്തിലുണ്ടോ? അത് ചെയ്യുന്ന ആളുകൾ ഈ സമൂഹത്തിന്റെ സോഷ്യൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ സാമൂഹികമായ ഇടപെടലുകളിൽ ഈ വസിയ്യത്ത് അത്യാവശ്യമാണ്. അത് വാപ്പ മക്കളോട് വേണം, മക്കൾ വാപ്പയോട് വേണം, കുടുംബക്കാർ അന്യോന്യം, ബിസിനസ്സുകാർ അവരുടെ പാർട്ട്നേഴ്സ് തമ്മിൽ, ഡ്രൈവർമാർ, കച്ചവടക്കാർ, ജോലിക്കാർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും അന്യോന്യം നന്മ കാക്ഷിക്കണം. അല്ലാഹു പറയാ, ഈ നന്മ കാക്ഷിക്കുന്നവർക്കേ വിജയമുള്ളൂ. എന്തൊരു മനോഹരമായ സൂറയാണിത്. തവാസൗ ബിൽ ഹഖ്, നന്മ പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് പ്രാധാന്യം. ഏത് കലാപം നടക്കലും എന്തേ നാവ് കൊണ്ടൊരു മനുഷ്യൻ പറയുന്ന വിഷയം അതങ്ങോട്ട് ആ കോൺടെക്സ്റ്റിൽ നിന്നാണ് അടർത്തി മാറ്റിയാൽ ഒരു ചെറിയ വാക്കാണ്. പക്ഷെ ആ വാക്ക് പറഞ്ഞ ശൈലിയാണ് ചിലരെ പ്രകോപിപ്പിക്കുന്നത്. അപ്പോഴാണ് അക്രമ സ്വഭാവം വരിക, അപ്പോഴാണ് ഏറുണ്ടാവുക, അപ്പോഴാണ് ബഹളവും അടിപിടിയും കലാപങ്ങളുമായി മാറുന്നത്. മനുഷ്യന്റെ നാവാണ് അല്ലെ. നാവ് കൺട്രോൾ ചെയ്യാതല്ലേ ഇന്നത്തെ എല്ലാ പ്രസ്താവനകളും നടക്കുന്നത്. രാഷ്ട്രീയത്തിലും അല്ലാതെ നാവിന് ഒരു ലൈസൻസും ഇല്ല, എന്തും പറയാം. ഇസ്ലാം പറയുന്നു പാടില്ല. മനുഷ്യൻ അവന്റെ നാവാണ് അല്ലേ. മനുഷ്യൻ അവന്റെ നാവാണ്. നീ പറയുന്നതാണ് നിന്റെ വ്യക്തിത്വം. എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ ഡിക്ഷണറി വെച്ച് അർത്ഥം വെക്കല്ല. പറയുമ്പോൾ ആലോചിക്കണം നമ്മൾ എന്താ പറയേണ്ടത്, എന്താണ് നമ്മൾ പറയേണ്ടത്. മനുഷ്യ സമൂഹത്തോടാ ഇടപഴകുന്നത്, ബുദ്ധിജീവികളോടാ ഇടപഴകുന്നത്. തവാസൗ ബിൽ ഹഖ്, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറി, നന്മയെ നല്ല രീതിയിൽ നിങ്ങൾ ഉപദേശിക്കും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ ഒരാൾ മൂത്രൊഴിച്ചു അല്ലേ. അന്ന് മദീനത്തെ പള്ളിയിൽ കാർപ്പറ്റില്ല, മാർബിളില്ല, ഗ്രാനൈറ്റുകളല്ല, മണ്ണാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു ഗ്രാമീണനായ മനുഷ്യൻ അദ്ദേഹത്തിന് മൂത്രൊഴിക്കാൻ സമയമായി. അദ്ദേഹം ഒരു മൂലയിൽ പോയി മൂത്രൊഴിച്ചു. പള്ളിയിൽ മൂത്രൊഴിച്ചാൽ നമ്മൾ വിടുവോ? ഇല്ല. സ്വഹീഹുകളിൽ വന്ന ഹദീസല്ലേ, ജനങ്ങളെല്ലാവരും അയാളുടെ മേൽ ചാടി വീഴാറായി. എല്ലാവരും അങ്ങനെ ദേഷ്യപ്പെട്ടത്. തങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹം റാഹത്തായിട്ട് മൂത്രൊഴിച്ചു കഴിഞ്ഞു. മൂത്രൊഴിച്ചു വന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവരും, ആ മൂത്രത്തിലേക്ക് ഒഴിച്ച് അത് ശുദ്ധിയാക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അയാളെ വിളിച്ചു, ഇത് അല്ലാഹുവിന്റെ ഭവനമാണ്, ഇവിടെ അശുദ്ധമാക്കാൻ പാടില്ല. ഇത് ആരാധനയുടെ ഇബാദത്തിന്റെ സ്ഥലമാണ്, ഇവിടെ ശുദ്ധി വരുത്തരുത്, ഇവിടെ ശുദ്ധിയോടുകൂടെ വരേണ്ട ആളാണ്. ഈ ഉപദേശം കേട്ടപ്പോ ഈ മനുഷ്യന് എന്തൊരു സന്തോഷമായി എന്നാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഹദീസിലുണ്ടല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? അല്ലാഹുമ്മ, അയാളുടെ ദുആയിരുന്നു, സന്തോഷം വന്നപ്പോൾ ദുആ ചെയ്തു. അല്ലാഹുമ്മ അദ്ഖിൽനി വ മുഹമ്മദൻ അൽ ജന്ന വലാ തുദ്ഖിൽ അഹദൻ ബഅദനാ. അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിലേക്ക് എന്നെയും ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മാത്രം കടത്തിയാൽ മതി, വേറെ ഒരാളെയും നിന്റെ സ്വർഗത്തിലേക്ക് കടത്തല്ലേ എന്ന് ഈ മനുഷ്യന് ദുആ ചെയ്തു. സന്തോഷം കൊണ്ട് പറഞ്ഞതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതെന്തേ നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തത്? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരാൻ എത്രയോ കോടാനുകോടി ആളുകൾക്ക് ചെന്നിരിക്കാനുള്ള ലോകം അല്ലാഹുവിന്റെ സ്വർഗത്തിലുണ്ടല്ലോ. വിശാലമായ ഒരു ലോകത്തെ നിങ്ങൾ എന്താ കണ്ട് ചെറുതാക്കിയത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹത്തിന്റെ സന്തോഷാണ്. എല്ലാവരും ദേഷ്യപ്പെട്ടില്ലേ അദ്ദേഹത്തോട്? തങ്ങൾ ദേഷ്യപ്പെട്ടോ? ഒന്നും ചെയ്തില്ല. നല്ല നിലക്ക കാര്യം പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹത്തിന് സന്തോഷായില്ലേ? നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമാണ്. ഒരു അറാബിയാൾ ബാക്കിൽ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരത്തിൽ ഒരാൾ അങ്ങോട്ട് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുമല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇർഹമുക്കല്ലാഹ് എന്ന് പറയണല്ലോ എന്നാ ഇയാൾ ചിന്തിക്കുന്നത്. അദ്ദേഹം അൽഹംദുലില്ലാ പറയണമെന്ന് ഇയാൾ കേട്ടില്ല. തുമ്മിയത് കണക്കെ ഇയാൾ ഉറക്കെ പറഞ്ഞു ഇർഹമുക്കല്ലാഹ്. അപ്പൊ കൂടുതൽ ഒരാൾ കുത്താൻ തുടങ്ങി, വേറൊരാൾ തോണ്ടാൻ തുടങ്ങി. ജനങ്ങൾ കണ്ണുകൊണ്ട് എന്നെ എറിയാൻ തുടങ്ങി. അദ്ദേഹം പറയാണ്, എന്താ നിങ്ങൾ ഈ പറയണത്? അപ്പൊ അദ്ദേഹം ഒന്നുകൂടെ, നിങ്ങൾ എന്താ എല്ലാവരും എന്നെ നോക്കണത്? നിസ്കാരം വാത്തിലായും ചെയ്തു. അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇത് പറയാൻ പാടില്ല നിസ്കാരത്തിൽ.
നിസ്കാരം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തിയല്ലോ. എന്നിട്ട് ചോദിച്ചു, പറഞ്ഞു, ഇത് നിസ്കാരമായ ഇന്നമാ ഹുവ ഖുർആനുൻ വദിക്റുൻ, ഇത് ഖുർആനും ദിക്റുമുള്ള അല്ലാഹു നിശ്ചയിച്ച വചനങ്ങൾ ഓതുന്ന സ്വലാത്താണ്, ഇവിടത്തെ പറയരുത്. ഞങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ വളരെ പച്ചയിൽ വളരെ റാഹത്തിൽ മനസ്സിലാക്കി കൊടുത്തു. എന്താ അദ്ദേഹം പറഞ്ഞത്? മാ റഅയ്തു മുഅല്ലിമൻ ഖത്തു ഖബ്ലഹു വലാ ബഅദഹു ഖൈറൻ മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യാപകൻ ഈ സംഭവത്തിന് മുമ്പോ ശേഷമോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നല്ല ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ് നമ്മൾ നന്മ പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ ഉപദേശിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് കേൾക്കുന്നുണ്ടോ? ഇത് രണ്ടും ചർച്ച ചെയ്യപ്പെടണം. ഒരു വാപ്പ മകനെ ഉപദേശിക്കുന്ന സമയത്ത് മുതിർന്ന മക്കളുടെ മുമ്പിൽ വെച്ച് മുതിർന്ന മക്കളെ അവരുടെ അനിയന്മാരുടെ മുമ്പിൽ വെച്ച് വാപ്പ ശാസിക്കരുത് എന്നാണ്. സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ ഭർത്താവ് ശാസിക്കരുത്. ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഒരു മനുഷ്യൻ ഒരാളെ പരസ്യമായി ഉപദേശിച്ചാൽ അത് നാണം കെടുത്തുകയാണ് അതിന്റെ അർത്ഥം. രഹസ്യമായി ഉപദേശിക്കുകയാണെങ്കിൽ അതാണ് സാരോപദേശം. മൈക്കിൽ പറഞ്ഞ് വിളിച്ചു പറയാം ഒരാളെ പറ്റി, അത് ഒരാളെ പറ്റി നമീമത്ത് പറയലാവും മിനിമം, അയാൾ ആക്സിഡന്റ് ആണെങ്കിൽ ഗീബത്താകും, അത് ഗുണകാംക്ഷയല്ല. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. തവാസൗ ബിൽ ഹഖ്, നിങ്ങൾ അന്യോന്യം നന്മ കാക്ഷിക്കണം, അത് നല്ല സ്വഭാവത്തിൽ നല്ല രീതിയിൽ കൈമാറുക, നല്ല രീതിയിൽ കൈമാറുക. ഹംസ യൂസുഫ് എന്ന് പറയുന്ന ഇന്ന് ലോകപ്രസിദ്ധനായ ഒരു ഇസ്ലാമിക ദാഇയുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിന്ന് സാദുലി ത്വരീഖത്ത് സ്വീകരിച്ച് ഫ്ലോറിഡയെ ആസ്ഥാനമാക്കി അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു. കാലിഫോർണിയയിൽ അദ്ദേഹത്തിന്റെ ദഅവ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സൈത്തൂന ഇൻസ്റ്റിറ്റ്യൂട്ട്. ബഹുമാനപ്പെട്ട ഹംസ യൂസുഫ് എന്നവർ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ദീനിന്റെ ഉസൂലുകളിൽ നിന്ന് കിതാബിന്റെ ഇബാറത്തുകൾ എടുത്ത് കാര്യങ്ങൾ അപഗ്രഥിക്കാൻ കഴിയുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്ന ന്യൂ മുസ്ലിം, അവരിൽ പ്രഗത്ഭനാണ് ബഹുമാനപ്പെട്ട ഹംസ യൂസുഫ് എന്നവർ. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ ഇംഗ്ലീഷിൽ കാണാൻ കഴിയും, യൂട്യൂബിലേക്ക് ഒരുപിടി കാണും. വളരെ ഖനപ്പെട്ട ആലിമാണ്. അങ്ങനെ ആഴത്തിൽ ഇബാറത്തെടുത്ത് സംസാരിക്കുന്ന അദ്ദേഹം. അറബി പഠിച്ചു, അറബിയിൽ ദഅവത്ത് ചെയ്യാൻ കഴിയും, അറബിയിൽ സംസാരിക്കാൻ പറ്റും. കിതാബുകൾ ഡമസ്കസിൽ ചെന്ന് മുദരിസുമാരെടുത്ത് ഇരുന്ന് 10 വർഷത്തിലേറെ ദീൻ ഇരുന്ന് പഠിച്ച വലിയ ആലിമാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് മയക്കുമരുന്നിന്റെ അടിമയായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് മോചിതനായി ഇന്ന് വാഷിംഗ്ടണിൽ സ്റ്റേറ്റ്സ് നടത്തുന്ന ഡ്രഗ്സിനെതിരെയുള്ള ഒരു സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന ഒരു പ്രവർത്തകനായി മാറി. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു, മുസ്ലിമായി, മയക്കുമരുന്നിന് ഏർപ്പാടൊക്കെ നിർത്തിയെന്ന് മാത്രമല്ല ഇസ്ലാമിലേക്ക് ആൾ ക്ഷണിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ഒരു വചനം അദ്ദേഹം ധരിക്കുന്നുണ്ട്, ഹംസ യൂസുഫ് എന്നവർ. A believer is afraid to go to hell, whereas a da'i, a propagator, had been to hell and never wants to go back. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകാൻ പേടിയുള്ള ആൾക്കാരാണ്. നമ്മളൊക്കെ നരകത്തിൽ നിന്ന് കാക്കണേ, ഇതാണ് നമ്മുടെ പേടി. നരകത്തിലേക്ക് പോകാൻ പേടിയാണ്. പക്ഷേ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരാൾ who had been to hell, നരകത്തിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്ന ആളാ, never wants to go back, ഇനി തിരിച്ചു പോകില്ല, ഇനി എനിക്ക് പോകണ്ട എന്ന് നരകം കണ്ടുവന്ന ആൾ സത്യം പ്രബോധനം ചെയ്യുമെന്നാണ്. അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഈ ആർജവം കാണാൻ കാരണം അതാണ്. അവർ നരകം കണ്ടുവരികയാണ്, ഇനി അങ്ങോട്ടില്ല, നമ്മൾ നരകത്തേക്ക് പോകാൻ പേടിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അറിയുന്ന നന്മകൾ തവാസൗ ബിൽ ഹഖ്, അന്യ ആളുകൾക്ക് കൈമാറിക്കൊടുക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ, സഹനത്തോടെ, നല്ല ഭാഷയിൽ, നല്ല രീതിയിൽ ദഅവത്ത് ചെയ്യുന്നു. അത് ഭാര്യ ഭർത്താവിനോട് വേണം, ഭർത്താവ് ഭാര്യയോട് വേണം, മക്കളോട് അന്യോന്യം വേണം. വതവാസൗ ബിസ്സബ്ർ, നിങ്ങൾ ക്ഷമിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്.
ക്ഷമിക്കാൻ വസിയത്ത് ചെയ്യുക. ആരാണ് ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് മുഅ്മിനെ? ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ മനുഷ്യനെ പിരികയറ്റി എടങ്ങേറാക്കി ആ വിഷയത്തിൽ ഒരു കടുത്ത തീരുമാനമെടുത്ത് ആ വിഷയം ഒരു നാശത്തിലാക്കാൻ ഇബ്ലീസിന്റെ പട എമ്പാടുമുണ്ട്, പോരാതെ മനുഷ്യന്മാരും. ഏതെങ്കിലും ഒരാൾ ഒരു വിഷയമുണ്ടാകുമ്പോ സാരല്ല, നമ്മളങ്ങ് ക്ഷമിച്ചു കൊടുക്കുക, നിങ്ങൾ മാപ്പാക്കി കൊടുക്കുക, നിങ്ങളത് വിട്ടുകളി, നിങ്ങളതിന് പ്രതികാരം ചെയ്യല്ലേ, നിങ്ങളത് അല്ലാഹുവിനോർത്ത് മാപ്പാക്കി കൊടുക്കിൻ. അല്ലാഹു പറയാൻ, നിങ്ങളിൽ ആരാണ് അന്യോന്യം ക്ഷമിക്കാൻ ഉപദേശിക്കുന്നവർ? സുബ്ഹാനല്ലാഹ്. ക്ഷമിക്കാൻ ആര് ഉപദേശിക്കുന്നുണ്ട് മുഅ്മിനെ? ക്ഷമിക്കാൻ ഉപദേശിക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടി ഭർത്തൃവീട്ടിലോ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഉമ്മ എന്താ പറയേണ്ടത്? മോളെ സാരല്ല, മോളത് കാര്യാക്കല്ലേ, മോൾ അവിടുത്തെ വിഷമങ്ങളും ഇല്ലായ്മയും വല്ലായ്മൊന്നും ഇവിടെ പറയല്ലേ, മോൾ സഹിച്ച് ക്ഷമയോടുകൂടെ മോൾ ജീവിക്കണം കേട്ടോ. ഇത് പറയേണ്ടതിന് പകരം ഉമ്മമാർ വാപ്പമാർ എന്താ മക്കൾക്ക് പഠിപ്പിക്കുന്നത്? മോളെ കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, വച്ചുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, പട്ടിണിയാണെങ്കിൽ പട്ടിണി, നിന്റെ ഭർത്താവ് എന്താണോ നിനക്ക് തരുന്നത് നീ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക, അല്ലേ? നീ നല്ല ആശ്വാസത്തിൽ ജീവിക്ക്, സന്തോഷകരമായി ജീവിക്ക്. ജീവിതം ഇക്കാണുന്ന സ്വപ്നങ്ങളല്ല, റൊമാൻസുകളല്ല ജീവിതം, അത് യാഥാർത്ഥ്യമാണ്, പച്ചയായ റിയാലിറ്റിയാണ്. റിയാലിറ്റി ഷോകളുള്ള കാലമാണ്, പക്ഷെ റിയാലിറ്റി നമ്മുടെ മക്കൾ മനസ്സിലാക്കുന്നില്ല. ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? കല്യാണങ്ങളൊക്കെ ആരവത്തിലും ആർഭാടങ്ങളിലും നടക്കുമ്പോ 2 ആഴ്ച 1 മാസം കഴിയുമ്പോഴേക്കും ത്വലാഖ് നടന്ന് പിരിഞ്ഞു പോരുന്നുണ്ട്. പക്ഷെ ത്വലാഖിനാരും ആളെ വിളിച്ച് ചോറ് കൊടുക്കാറില്ല, നമ്മൾ അറിയുന്നില്ല. വളരെ നിസ്സാര പ്രശ്നങ്ങൾക്ക് ഡിവോഴ്സ്. എന്താണ്? അള്ളാഹുവിന്റെ വചനം ഉച്ചരിച്ച് അൻകഹതുക വസവ്വജതുക, അല്ലേ? അല്ലാഹുവിനെ ഹംദ് ചൊല്ലി റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കൈപിടിച്ച് അല്ലാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന പണിയാണ് നിക്കാഹ്. അതൊക്കെ നിസ്സാര പ്രശ്നങ്ങൾക്ക് ക്ഷമിക്കാൻ ആരും ഒരുക്കമല്ല. ഈഗോ, അഹങ്കാരത്തിന്റെ സ്വഭാവം, അല്ലേ? മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നാ പിന്നെ വാപ്പ, മക്കൾ, ഉമ്മ, സഹോദരങ്ങൾ പറയാ, അങ്ങനെയോ എന്നാ നമ്മൾ കാണിച്ചു കൊടുക്കാൻ. ആരോടായി പറയുന്നത്? ആരോടാണ് ഈ വീമ്പിളക്കുന്നത്? ജീവിതം കൊണ്ട് കളിക്കുകയാണോ? ക്ഷമിക്കാൻ പറയുന്നുണ്ടോ ആരെങ്കിലും? ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളല്ലേ? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, ഹബീബിന്റെ രക്തത്തിൽ നിന്ന് പിറന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകൾ. അവരെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആര്? അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയും 2 പേരമക്കളുണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്, ഹസൻ ഹുസൈൻ, സിബ്താ റസൂലില്ലാഹ്, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന റിദ്വാനുല്ലാഹി അലൈഹിം. ആ മഹാന്മാരായ അള്ളാഹുവിന്റെ റസൂലിന്റെ കിടാങ്ങൾ, അവിടുത്തെ പേരക്കിടാങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കള്. ഫാത്തിമ ബീവി വല്ലാതെ ക്ഷീണിച്ച് ശരീരം മെലിഞ്ഞുണങ്ങി നിൽക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ദിവസങ്ങൾ കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വന്നതാണ്. ചോദിച്ചു, അല്ല ഫാത്തിമ, നിങ്ങളും മക്കളും എന്തേ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, എന്തു പറ്റി? പറഞ്ഞു, അലിയെ, നിങ്ങൾ യാത്ര പോയതിൽ പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഗോതമ്പില്ലായിരുന്നു, വെള്ളവും കാരക്കയും കഴിച്ചാണ് ഞങ്ങൾ ജീവിച്ചു പോന്നത്. അല്ലാഹ്, അങ്ങനെയോ? എന്നാൽ ഫാത്തിമ, ഞാൻ യാത്ര പോകുന്നതിന്റെ മുമ്പേ നിങ്ങൾ എന്തുകൊണ്ട് എന്നോടത് പറഞ്ഞില്ല? എന്തുകൊണ്ട് എന്നോട് ഇവിടെ ഗോതമ്പില്ല, അരിയില്ലെന്ന് പറഞ്ഞാൽ ഞാനത് കൊണ്ടു തന്നിട്ടല്ലേ പോകുമായിരുന്നുള്ളൂ, നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു ബീവിയോട് ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പറയുന്ന ഹദീസ് പോലും നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയെ, ഞാൻ എന്തുകൊണ്ട് ചോദിച്ചില്ലെന്നല്ലേ നിങ്ങളുടെ പരാതി? അതിന്റെ കാരണം ഇതാണ്. ഒന്നുമല്ല അലിയേ, എന്നെ വിവാഹം ചെയ്തു തരുന്ന അന്ന് രാത്രി എന്റെ ഹബീബ്, എന്റെ ഉപ്പ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ എന്നോട് ഉപ്പ 2 കാര്യം സൂചിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് നോക്കണം, നമ്മളൊക്കെ മക്കളെ കെട്ടിച്ചയക്കാനായി അധ്വാനിക്കുന്നത്, മക്കൾക്ക് എറ്റിയാൽ പൊങ്ങാത്ത സ്വർണം കൊടുക്കാനാണ് നമ്മുടെ ആകെയുള്ള ചിന്ത. നമ്മുടെ ജീവിതത്തിലെ പ്രൈം ഒബ്ജക്റ്റീവ് അതാണ്. അല്ലാഹ്,
ഈ മക്കൾക്കൊരു ഉപദേശം. എന്താ മോളെ ജീവിതം എന്നറിയോ? എന്താണ് ഈ കുടുംബജീവിതം മോള് മനസ്സിലാക്കിയിട്ടുണ്ടോ? വാപ്പ മക്കളെ ഉപദേശിക്കാറുണ്ടോ? ഉമ്മ മകളോടൊന്ന് ഫ്രാങ്ക്ലി സംസാരിക്കാറുണ്ട് കുടുംബജീവിതത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച്? മക്കൾ റൊമാൻസ് കണ്ടു പോകാൻ, അവര് സീരിയലുകളിലും സിനിമയിലുമുള്ള ജീവിതമാണ് യഥാർത്ഥമെന്ന് മനസ്സിലാക്കി പോവുകയാണ്. ചെന്ന് നോക്കുമ്പോൾ അതൊന്നും കാണൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ പറഞ്ഞു, അലിയേ, നിങ്ങളോട് എന്തുകൊണ്ട് ഞാൻ ഗോതമ്പ് വാങ്ങിച്ചു തരാൻ പറഞ്ഞില്ലെന്നല്ലേ പരാതി? അതിന് കാരണം എന്റെ ഉപ്പ എന്നോട് പറഞ്ഞിരുന്നു, മോളെ, നിങ്ങളുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് എന്തൊന്ന് വാങ്ങിച്ചു തരുന്നുവോ അത് നിങ്ങൾ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കണം, പുഞ്ചിരിച്ച് സ്വീകരിക്കണം മകളെ. ഒന്നാമത്തെ ഉപദേശം. 2, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടു തരുന്നില്ലയോ അത് ഭർത്താവിനോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, കഴിയാത്തത് കൊണ്ടായിരിക്കുമെന്ന് മോള് മനസ്സിലാക്കണം എന്ന് അവിടുത്തെ പുന്നാര മകളോട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. മുസ്ലിം അപ്പമാർ, രക്ഷിതാക്കൾ, ഉമ്മമാർ കല്യാണം കഴിഞ്ഞു പോകുന്ന മക്കളോട്, പെൺമക്കളോട് ഇത് ചോദിക്കാറുണ്ടോ, പറയാറുണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്ത് തരുന്നോ സന്തോഷത്തോടെ സ്വീകരിക്കുകയും, അതൊരു ക്ഷമയുടെ ഭാഗമാണ്. തവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കാൻ പറയും. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴും അല്ലാത്തപ്പോഴും എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കുമ്പോ, ഇതൊക്കെ മോഡൽ എന്ന് പോയി, നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കാര്യം അറിയില്ല, നിങ്ങൾ ഇസ്താദായിട്ട് നടന്നാൽ മതി, മോഡൽ നിങ്ങൾക്ക് അറിയില്ല, ഇതൊന്നും പറയല്ലേ, നാടന്മാരോടും പറയരുത്. തവാസൗ ബിസ്സബ്ർ. പെൺമക്കൾ ഒരിക്കലും അത് പറയല്ലേ. അയൽവാസിയുടെ, കൂട്ടുകാരിയുടെ വസ്ത്രത്തിലേക്ക് നോക്കി നിന്റെ ഭർത്താവ് തരുന്ന അനുഗ്രഹങ്ങളെ നീ നിസ്സാരമായി കാണല്ലേ. അയൽപക്കക്കാരന്റെ വീടിന്റെ പൊക്കം നോക്കി നിനക്ക് തന്ന അല്ലാഹുവിന്റെ നിഅമത്തിനെ നീ നിസ്സാരമായി കാണല്ലേ. തവാസൗ ബിൽ ഹഖ്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് മകളോട്, മോളെ, എന്തുകൊണ്ടെന്നാലും സന്തോഷത്തോടുകൂടെ മോൾ സ്വീകരിക്കണം. നമ്മുടെ മക്കൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? മുസ്ലിം സമൂഹം ഇത് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മുടെ വേദന. മറ്റു സമുദായങ്ങളെ കുറിച്ചല്ല അള്ളാഹു നമ്മെ ചോദിക്കുന്നത്. ഈ ഉമ്മത്ത് ഈ വിഷയം മനസ്സിലാക്കിയോ? നമ്മളിത് മനസ്സിലാക്കിയോ? നിന്റെ ഭർത്താവിനോട് സാധിക്കാത്തത് നീ പറഞ്ഞു ബുദ്ധിമുട്ടിക്കല്ലേ, സാധിക്കാത്തത് കൊണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. പ്രയാസപ്പെടുത്തുന്ന കാലമാണിത്, നന്നായി ക്ഷമിക്കേണ്ടി വരും. ഒരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്, എനിക്ക് തോന്നുന്നു നമ്മളെ കാലത്തേക്ക് നോക്കി പറഞ്ഞ പോലെ, ഊതീതു ജവാമിഅൽ കലിം, തങ്ങളുടെ വചനങ്ങൾ അങ്ങനെയാണ്. എന്താണ് ഹദീസ്? ആഖിർ സമാനിലേക്ക്, അന്ത്യനാളിലേക്ക് എത്തുമ്പോൾ സമുദായത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? യുഅയ്യിറൂനഹു ഫീ ദുനിയാ. ഒരു മനുഷ്യനെ അവന്റെ ദുന്യാവ് നോക്കി, അവന്റെ വരുമാനം നോക്കി, അവന്റെ സമ്പത്ത് നോക്കി ആളുകൾ പരിഹസിക്കുന്ന കാലം വരുന്ന. അത് ആളുകൾ എന്നല്ല തങ്ങൾ പറഞ്ഞത്, അഹ്ലുഹു, അവന്റെ കുടുംബം, അവന്റെ മാതാപിതാക്കൾ, അവന്റെ ഭാര്യ, വജീറാനുഹു, അവന്റെ അയൽവാസികൾ, മറ്റു ആളുകൾ, ജനങ്ങൾക്കാണ് ബേജാറ്. നീ ഗൾഫിൽ പോയി 15 കൊല്ലം നിന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കിയത്? ഇവന് ബേജാറൊന്നുമില്ല, പക്ഷെ ആളുകൾക്ക് വല്ലാതെ ബേജാറുണ്ട്. അയലോക്കക്കാർക്ക്, നാട്ടുകാർക്ക് ഭയങ്കര ബേജാറാണ്. യുഅയ്യിറൂനഹു ഫീ ദുനിയാ. വാപ്പ പറയുന്ന, ഉമ്മ പറയും, എന്തേ നീ എന്തുണ്ടാക്കി? കുറെ കാലമായില്ലേ പോകാൻ തുടങ്ങിയിട്ട്, എന്തുണ്ടാക്കി? ദുന്യാവ് പറഞ്ഞ് കളിയാക്കുന്നു. നന്നായി ക്ഷമിക്കേണ്ടി വരുന്നൊരു കാലമാണ്. വതവാസൗ ബിസ്സബ്ർ. വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരും. ആളുകൾ മനുഷ്യനെ ഇടങ്ങേറാക്കും. തങ്ങൾ പറയാൻ, ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഈ മനുഷ്യൻ ഹറാമിലേക്ക് നിർബന്ധിതനാകുന്ന, ഹറാമ് ചെയ്യാൻ നിർബന്ധിതനാകും. നിന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് ആളുകൾ പറയാൻ തുടങ്ങാം. നീ ഇപ്പൊ എന്ത് ചെയ്തു? 20 കൊല്ലം 30 കൊല്ലം നിന്നിട്ട് നിനക്ക് എന്ത് കിട്ടി? കണ്ടില്ലേ, 2 കൊല്ലം നിന്നിട്ട് മറ്റവൻ, അവൻ ഒന്നും പഠിച്ചിട്ടില്ല, 4ാം ക്ലാസ്സും ഗുസ്തി മാത്രമേ ഉള്ളൂ. ഓൻ പോയിട്ട് എന്തെല്ലാം കാഞ്ഞങ്ങാട് ആ ബിൽഡിംഗ് വാങ്ങി, ഇവിടെ ഈ പെരെടുത്തു, ആ വാഹനം, നിനക്ക് എന്ത് കിട്ടി? ഇത് നാട്ടിൽ തങ്ങുന്നവർക്ക് പെണ്ണുങ്ങൾ പറയും, നമ്മൾ ഗൾഫെയറിനാണെങ്കിൽ എനിക്ക് ഗൾഫിത്തെ എന്തെങ്കിലും അതിനെനിക്ക് യോഗമല്ല എന്ന് വിചാരിക്കട്ടെ. പെണ്ണ് പറയാണ്, ഗൾഫെയർ ആണെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഗൾഫെയറിനായിട്ട് എന്ത് കാര്യം, അവിടെ അക്കരക്കരം ജീവിച്ചിട്ട് എങ്ങനെയാലും പരാതി തീരൂല. തങ്ങൾ പറഞ്ഞ വിഷയം അതല്ല. പൊരന്റെ ഉള്ളിൽ നിന്ന് ഈ വാദം വരുന്ന വാപ്പ പറയും, ഉമ്മ പറയും, മോനൊന്നും ഈ കാലത്ത് ജീവിക്കേണ്ട ആളല്ല, മോനൊന്നും പൈസ ഉണ്ടാക്കാൻ കഴിയില്ല, പൈസ ഉള്ളവനെ പവറുള്ളൂ എന്ന് സാധാരണ ഒരു എൽമില്ലാത്തൊരു സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അതാണ്. എൽമാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ദീൻ പറയാം.
ഭാര്യ പറയും, മക്കൾ പറയും, അയൽവാസികൾ പറയും, കുടുംബക്കാര് പറയും, നിനക്കിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, പണമില്ലല്ലോ, സമ്പത്തില്ലല്ലോ എന്നിവനെ കളിയാക്കുമ്പോ ഹറാമിലേക്ക് ചെന്ന് അവൻ ഹറാമായ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം പിന്നെ ആയി ഇവന്റെ ചിന്ത. അങ്ങനെ അവൻ ഹറാമായ ബിസിനസ് തുടങ്ങും, കള്ള് കച്ചവടം തുടങ്ങും, പെണ്ണ് കച്ചവടം തുടങ്ങും, അവൻ ബിനാമിയാകും. എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഹറാമിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഈ വ്യഗ്രത വരുന്നത് സമൂഹം അവനിൽ ചെലുത്തുന്ന പരിഹാസ്യം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് അന്ത്യനാളിന്റെ സൂചനകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് തോന്നുന്നു നമ്മളെ പറ്റിയൊക്കെയാണോ ഈ പറയുന്നത്? യുഹയ്യിറൂനഹു ഫി ദുനിയ. ഹബീബായ നബി തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മകളോട് പറയുന്നത്, മോളെ, ഭർത്താവ് എന്താണോ കൊണ്ടുവരുന്നത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. സാധിക്കാത്തത് അവരെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കല്ലേ, കഴിയാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി മോള് മിണ്ടാതിരിക്കണം. അതുകൊണ്ടാണ് അലിയെ നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ഇവിടെ ഇന്നതില്ല ഇല്ല എന്ന് എന്റെ പ്രയാസങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കാതിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ക്ഷീണിച്ചത്, അങ്ങനെയാണ് ഞങ്ങൾ തളർന്നതെന്ന് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ